മികച്ച ഗാന്ധി മാർഗ പ്രവർത്തകന് ഗാന്ധി വിചാരധാര സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ ബാപ്പു പുരസ്കാരം ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിക്ക് സമ്മാനിച്ചു. ഞാറക്കൽ ഐലൻഡ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. നന്മയുടെ തീനാളങ്ങളാകുവാൻ വിദ്യാർത്ഥി സമൂഹവും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും തയ്യാറാകണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന തലത്തിൽ മികച്ച ഗാന്ധി മാർഗ പ്രവർത്തകന് ഗാന്ധി വിചാരധാര ഏർപ്പെടുത്തിയ ബാപ്പു പുരസ്കാരം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ കാര്യത്തെക്കാൾ വളരെ മറ്റുള്ളവരുടെ കാര്യമാണ് എന്ന് വിചാരിച്ചവരെക്കൊണ്ടാണ് ഈ ലോകത്തിന് എന്തെങ്കിലും സന്തോഷവും നന്മയും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടുകിട്ടുന്നത് പ്രയാസമായി മാറിയ അഭിപ്രായത്തിൽ അങ്ങനെ ഒരാളെ നമുക്ക് ആദരിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ നാളെ ജീവിക്കാൻ പോകുന്ന ആളുകളെയും നന്മ ഉറവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുരസ്കാരം നൽകാൻ നിശ്ചയിക്കപ്പെടുന്നു. വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച പി കെ ബാഹുലേയൻ, ജോയ് നായരമ്പലം, MR വനജ, AS മുരളീധരൻ, KP ശിവപ്രസാദ്, TK മായ എന്നിവർക്കുള്ള ഗാന്ധി പുരസ്കാരവും അദ്ദേഹം വിതരണം ചെയ്തു. ഞാറക്കൽ ഐലൻഡ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി 2024 പ്രമുഖ ഗാന്ധിയൻ തത്വചിന്തകൻ ഡോക്ടർ MP മത്തായി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടന്നത് അനീതിയാണ്, വർണ്ണവിവേചനമാണ്. ഇവിടെ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുന്ന ഒരു രീതിയാണ്. അത് വർണ്ണവിവേചനം. ഇത് മനുഷ്യത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ മതിയാവുമെന്ന് തീരുമാനിക്കുക. പക്ഷേ നമുക്കറിയാം, അന്ന് വരെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കെതിരെ എന്തെങ്കിലും വലിയ ശക്തമായ ഒരു അനീതി ഉണ്ടായാൽ അതിന് കരുത്തുള്ള ഒരു ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെയോ ഭാഗമായിട്ടുള്ള അവർ സംരക്ഷിക്കുന്ന, അവർ നടപ്പാക്കുന്ന ഒരു അനീതിയാണെങ്കിൽ, വർണ്ണവിവേചനം എന്ന് പറയുന്നത് അവിടുത്തെ ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു അനീതിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള അയിത്തം എന്ന് പറയുന്നത് ഭരണകൂടമല്ല നടപ്പാക്കുന്നത്, സമൂഹം നടപ്പാക്കുന്ന ഒരു അനീതിയാണ്. ഇങ്ങനെയുള്ള അനീതികളെ എങ്ങനെയാണ് നേരിടുന്നത്? രണ്ടു വഴികളാണ് അന്ന് വരെ ഉണ്ടായിരുന്നത്. രമേശൻ ഞാറക്കൽ, ജിജി പെരുമ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ SHG UP സ്കൂൾ വിദ്യാർത്ഥികൾ ഭജൻ അവതരിപ്പിച്ചു. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥപാരായണവും ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും കടന്നു വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം വിട്ടുപോയി ഓർമ്മിപ്പിക്കുകയാണ്. 6 പേരെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ നല്ല അധ്യാപകരുണ്ട്, നല്ല നിർമ്മാണ തൊഴിലാളികളുണ്ട്, നല്ല സാമൂഹിക പ്രവർത്തകരുണ്ട്, നല്ല സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം എൻ്റെ കുട്ടി, എൻ്റെ ചട്ടി, എൻ്റെ പട്ടി, എൻ്റെ വീട്, എൻ്റെ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എന്ന് പറയുന്ന ഒരു ബഹുവചനത്തിലേക്കുള്ള ഒരു പോക്കായി നമ്മൾ കാണുകയാണ്. ഈ 6 സുഹൃത്തുക്കളെയും പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ഗാന്ധി കലോത്സവ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജോയ് നായരമ്പലം വിതരണം ചെയ്തു. രാഘവൻ അയ്യമ്പള്ളി പുനരർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് മേധ മരിയ മാത്യു, മരിയ ഗൊറേറ്റി, പി കെ ബാഹുലേയൻ, AS മുരളീധരൻ, MR വനജ, KP ശിവപ്രസാദ്, TK മായ എന്നിവർ സംസാരിച്ചു. ഗാന്ധി വിചാരധാര ഞാറക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസി MG സ്വാഗതവും സ്റ്റീഫൻ റോഡ്രിക്സ് നന്ദിയും പറഞ്ഞു. അവാർഡ് ജേതാക്കളെയും വിശിഷ്ട വ്യക്തികളെയും ബാൻഡ് മേളത്തിന്റെയും NCC കേഡറ്റുകളുടെയും അകമ്പടിയോടെ ഞാറക്കൽ ലേബർ കോർണറിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ചു. ജനറൽ സെക്രട്ടറി കബീർ യൂസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. എന്ത് സംസാരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു? ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ത, എപ്പോൾ ഒരുവൻ മനസ്സിലിരിക്കുന്ന സകല കാമങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ, എപ്പോൾ
സന്തുഷ്ടനായി ഭവിക്കുന്നുവോ അപ്പോൾ അവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. ദുഃഖങ്ങളിൽ ശോഭിക്കാത്ത മനസ്സോട് കൂടിയവരും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവരും ആശ, കോപം, പേടി ഇവയില്ലാത്തവനുമായ മുനി സ്ഥിരബുദ്ധിയോട് കൂടിയവൻ എന്ന് പറയപ്പെടുന്നു. യാതൊരുവൻ ഏതിലും വിശേഷ പ്രതിപത്തിയില്ലാത്തവനായി, അതായത് ഓരോരോ നന്മയോ തിന്മയോ വന്നു ചേരുന്നതിൽ സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഞാൻ പാപാത്മാവായ ശൈത്താനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി പരമാത്മാവിനെ ശരണം പ്രാപിക്കുന്നു. ഹേ പ്രഭോ, നിന്റെ പേരിൽ ഞാൻ എല്ലാം ആരംഭിക്കുന്നു. നീ ദയാസമുദ്രമാണ്, നീ കൃപാനിധിയാണ്, നീ സകല വിശ്വാസത്തിൻ്റെയും സ്വാമിയാണ്, രക്ഷിതാവാണ്. ഞാൻ നിന്നെ തന്നെ ആരാധിക്കുന്നു, നിന്നിൽ നിന്നും സഹായം അപേക്ഷിക്കുന്നു. അവസാന ദിവസത്തിൽ ന്യായം നൽകുന്നവൻ നീ തന്നെ. നീ നിന്റെ കൃപാദൃഷ്ടിക്ക് മാത്രമായവർക്ക് കാണിച്ചു കൊടുക്കാതെ നേരായ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരിക. നിന്റെ അപ്രസന്നതയ്ക്ക് മാത്രമായ വഴിവിളച്ചവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട. ഈ പ്രാർത്ഥനയെ സ്വീകരിച്ചാൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും ഇവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്.
വേദിയിലെയും സദസ്സിലെയും ആദരണീയരെ, സുഹൃത്തുക്കളെ, കുട്ടികളെ, സഹചാരികളെ, സഹയാത്രികരെ, ഗാന്ധി സ്മൃതി 2024 തുടക്കമായിരിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായി വൈപ്പിൻകരയിൽ ഗാന്ധിയുടെ ആശയങ്ങളെ, ഗാന്ധിയുടെ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും അവയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ ജനകീയ പ്രക്ഷോഭ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് പുതിയ കർമ്മരംഗങ്ങൾ നടപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗാന്ധി വിചാരധാരയുടെ 14ാമത് ഗാന്ധി കലോത്സവത്തിൻ്റെ പുരസ്കാര വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം ഗാന്ധി വിചാരധാരയുടെ ആലോചനയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഗാന്ധിജിയെ തമസ്കരിക്കാൻ, ഗാന്ധിജിയുടെ ഓർമ്മ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന, അവയ്ക്ക് സാക്ഷ്യമാകുന്ന ആളുകളെ ആദരിക്കേണ്ടത്, ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഇന്ന് സംസ്ഥാന തലത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും വിവിധ രംഗങ്ങളിൽ, ആരോഗ്യരംഗത്ത്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധ രംഗങ്ങളിലൊക്കെ ഗാന്ധിജിയൻ ആശയങ്ങളെ, ഗാന്ധിജിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഓർമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ ഗാന്ധിജിയുടെ സജീവമായ സാക്ഷ്യമായി നിലനിൽക്കുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്ക് ബാപ്പു പുരസ്കാരവും കൂടി ഈ സമ്മേളനത്തിൽ വെച്ച് സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും അത് ഇന്നിവിടെ നടപ്പാക്കുകയാണ്.